അല്ല, അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലിൽ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് പരിചയമുള്ള, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിലെ മറ്റാളുകളോട് അവർ സൈലന്റ് ആയി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പൊ നമുക്ക് ലൗഡ് ആക്കണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. വിൻസി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വിൻസി പറയുന്ന കാര്യമല്ല, ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഒന്ന് ഇപ്പോൾ OTT ഡിജിറ്റൽ റൈറ്റ്സ് എന്താ പറയുക സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ. അപ്പൊ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് 100% എഫക്ട് ചെയ്യും. അപ്പൊ അവര് ഈ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലും ഈ പടവും ഈ കംപ്ലൈന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈന്റ് കൊടുത്തത്. പക്ഷെ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി, ഇത് നമ്മുടെ ഹീറോയിന്റെ പേരും ഈ പടത്തിന്റെ പേരും മീഡിയക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് പറയുന്നു. അപ്പൊ വിൻസി പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ? അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗഡാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന കുറച്ച് പേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും, താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും.